ബട്ടർ സ്കോച്ച് ടോഫി പുഡിങ്ങാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് ശരിക്കും മുട്ടായിയുടെ ടേസ്റ്റ് തന്നെ കേട്ടോ. ആദ്യം നമ്മൾ പഞ്ചസാര നന്നായിട്ട് ഉരുക്കിയെടുക്കുക. ഇനി അതിലേക്ക് നട്ട്സ്, നിങ്ങളുടെ കയ്യിൽ ബദാം, കാഷ്യൂനട്ട്, ഇനി പിസ്ത ഉണ്ടെങ്കിൽ അതാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഉരുകിയ പഞ്ചസാര ഈ ഒരു നട്ട്സിലേക്ക് നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഇനി കുറച്ച് നേരം ഒരു പ്ലേറ്റിലേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ടായി കിട്ടും. ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം. അതാണ് അടുത്ത പ്രോസസ്സ്. ഇതാണ് ശരിക്കും ബട്ടർ സ്കോച്ചിൻ്റെ ടോപ്പിങ്സ് ആയിട്ട് വരുന്നത്. ഇനി വേറെ അതേപോലെ തന്നെ പഞ്ചസാര ഉരുക്കിയെടുക്കുക. അതിലേക്ക് വലിയൊരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇത് ശരിക്കും ഒരു മുട്ടായിയുടെ ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ട് ഇത് ജസ്റ്റ് ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിലൊക്കെ എക്ലെയർ വാങ്ങാൻ കിട്ടില്ലേ, അതിൻ്റെ അതേ ടേസ്റ്റാണ്. ഇനി നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് ചൂടാക്കി നന്നായി ഇളക്കി കൊടുക്കുക. ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് ചൂടാക്കിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. ഇനി വേറൊരു പാത്രത്തിൽ നമ്മൾക്ക് ഫ്രഷ് ക്രീം ഒഴിക്കാം. ഇനി അത് നന്നായിട്ടൊരു വിസ്ക് വെച്ച് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ ആ ഒരു ബ്രൗൺ സൈഡൊക്കെ ഇതുപോലെ കത്രിക കൊണ്ടോ കത്തി കൊണ്ടോ മുറിച്ച് മാറ്റുക. നമ്മൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള വൈറ്റ് സൈഡ് മാത്രമാണ് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. നേരത്തെ ഒരു പാത്രത്തിൽ ഫ്രഷ് ക്രീം ഒഴിച്ചിരുന്നില്ലേ, അതിലേക്ക് ബട്ടർ ടോഫി ക്രീം ഒഴിച്ചു കൊടുക്കുക. ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് മിക്സിയിലിട്ട് ബീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ ബട്ടർ ടോഫി പുഡിംഗ് ഒഴിച്ചിട്ട് അതിൻ്റെ എല്ലാ സൈഡിലേക്കും ഇതുപോലെ ഇങ്ങനെ ചുറ്റി ആക്കി കൊടുക്കുക. അതിൻ്റെ ഫ്ലേവർ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്രത്തോളം ആക്കാൻ പറ്റുമോ അത്രത്തോളം ആക്കുക. ഇനി നമ്മൾക്ക് ആ ഒരു ക്രീമിലോട്ട് ബ്രെഡ് മുക്കുക. 2 സൈഡും നന്നായിട്ട് മുക്കിയെടുക്കണം. എന്നിട്ടാണ് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊന്ന് കുതിർത്ത് കിട്ടുന്നവരെ മുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ആ ഒരു ടോഫിയുടെ മുകളിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുക. വീണ്ടും ടോഫി ക്രീം ഒഴിച്ചു കൊടുക്കുക. പിന്നെയും ബ്രെഡ് വെച്ച് കൊടുക്കുക. ഞാനൊരു 4-5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇതുപോലെ 1 by 1 ആയിട്ട് ലെയറായിട്ട് ഇങ്ങനെ ഒഴിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ബ്രെഡ് ആ ഒരു ക്രീമിലേക്ക് മുക്കുക. വീണ്ടും ടോഫി ക്രീം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഏതാണ്ട് ഒരു 30 മിനിറ്റോളം ഫ്രീസറിനകത്ത് വെച്ച് ഫ്രീസ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി അത് സെർവ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ മുകളിലേക്ക് ആ പൊടിച്ച് വെച്ച ഒരു ബട്ടർ സ്കോച്ചിൻ്റെ കൊടുക്കുക. അതായത് പഞ്ചസാര ഒരുക്കി നട്ട്സ് എല്ലാം കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് നമ്മളുടെ ബട്ടർ സ്കോച്ചിൻ്റെ പൊടി. ഇനി ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്ത് കഴിച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും വായിലിട്ട് അലിഞ്ഞു പോകുമെന്ന് പറയുന്നില്ലേ, അത്ര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വെറൈറ്റി റെസിപ്പി ആയിട്ട് വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ബൈ.